നമ്മുടെ ആർഎൻ ഫാമിലിയോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ 6:30 ആയിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റിട്ട് ഞാനൊരു 5:30 ആയപ്പോൾ എഴുന്നേറ്റതാണ്. അപ്പോൾ രേശേട്ടൻ പാലെടുക്കാൻ ഫാമിലോട്ട് പോയി. അപ്പോൾ നമ്മുടെ വീട്ടിലും 3 പശുക്കളുണ്ട്. അപ്പോൾ ആ പശുക്കളുടെ പാലും കറന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും എടുക്കണം. അപ്പോൾ പ്രസവിക്കാറാകുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. എന്ന് വെച്ചാൽ അവിടെ ബായി ഫാമിലിയൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ ഈ സമയത്താണ് ഡെലിവറി എങ്കിൽ നമുക്കത് എന്തെങ്കിലുമൊക്കെ കുട്ടിക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു പോയതെന്ന് ഓർത്തിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, കുഞ്ഞുണ്ടായി കഴിയുമ്പോഴുള്ള ഒരു അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുട്ടീനെ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടും മെയിനായിട്ട് പശുക്കളെ പ്രസവിക്കാറാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ വീടുകളിൽ നമ്മുടെ പശുക്കൾ വീട്ടിൽ പ്രസവിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതൊക്കെ ആ ഒരു ഉദ്ദേശം കൊണ്ടൊക്കെയാണ് ഞങ്ങൾ പശുക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പോൾ 3 പശുക്കളും നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ 2 പേരെ അങ്ങോട്ട് കൊണ്ടുപോകും. നമ്മുടെ ഭദ്ര ഇവിടെ ഉണ്ടാവും. അപ്പോൾ 3 പേരുടെയും പാൽ ഇവിടെ കറന്നു വെച്ചു, ഞാൻ കാണിച്ചു തരാം. ഇനി അതൊക്കെ എടുത്ത് പാക്ക് ചെയ്യണം. ബാക്കി ഫാമിലെ പാലൊക്കെ പാക്ക് ചെയ്ത് രേശിയിട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇനി ഇവിടുത്തെ പാലാണ്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ പാലായിട്ട് കറന്നു വെച്ചേക്കണാണിത്. അപ്പോൾ ഇത് ഭദ്രയുടെ പാല്, ഇത് നന്ദിനിയുടെ പാലാണ്, ഇത് നമ്മുടെ സുഭദ്രയുടെ പാലാണ്. അപ്പോൾ 3 പേരുടെയും പാല് എടുക്കാൻ പോവാണ് ഞാൻ. അപ്പോൾ എടുക്കണം, കാണിച്ചു തരാം കേട്ടോ. നെയ്യൊരുക്കി വെച്ചതാണ്, ഒരു പഴിച്ചു കൊടുത്ത്. അപ്പോൾ അത് ഞാൻ ഗ്ലാസ് ബോട്ടിൽ വാങ്ങിക്കണം. അത് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇതിനകത്താക്കി വെച്ചിട്ടാണ്. ഗ്ലാസ് ബോട്ടിൽ വാങ്ങിച്ചിട്ട് നമ്മളത് പാക്ക് ചെയ്ത് വയ്ക്കും. നമുക്ക് പാലെടുക്കാം. പാലെടുക്കുമ്പോ എന്ന് പറയുന്നത്, ഇപ്പൊ ഭദ്രയാണ് നമ്മൾ ആദ്യം പ്രസവിച്ചത്. ഭദ്രയുടെ പാല് കുറച്ച് കട്ടി ഉണ്ടാവും. നന്ദിനിയാണ് ലാസ്റ്റ് പ്രസവിച്ചത്. അപ്പൊ നന്ദിനിയുടെ പാല് കട്ടി കുറവാണ്. അപ്പൊ ഇത് നമ്മുടെ സുഭദ്രയുടെ പാലാണ്. ഇവളാണ് 2ാമത് പ്രസവിച്ചത്. അപ്പൊ ഏറ്റവും കട്ടി കുറഞ്ഞ പാല് നന്ദിനിയുടെയാണ്. അപ്പൊ ചിലവർക്ക് കട്ടി വേണം, ചിലവർക്ക് കട്ടി വേണ്ട. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് പാക്ക് ചെയ്യും. അപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പാക്ക് ചെയ്യും. അല്ലെങ്കിൽ കട്ടി കുറവുള്ളവർക്ക് ഒരു പശുവിൻ്റെ മാത്രമായിട്ട് പാക്ക് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതിപ്പോൾ അത്ര ദൂരം മനസ്സിൽ സൗണ്ട് കേൾക്കുമോ ശരിക്കും കറക്റ്റായിട്ട്? അത്ര ദൂരം നിൽക്കണ്ടോ? കട്ടിയുള്ളവർക്ക് ഞാൻ ഇങ്ങനെയാണ് പാക്ക് ചെയ്തത്. കട്ടി വേണ്ടവർക്ക് രണ്ടും കൂടി മിക്സ് ചെയ്ത് പാക്ക് ചെയ്യും. കട്ടി വേണ്ടാത്തവർക്ക് നമുക്ക് ഒറ്റ പശുവിൻ്റെ പാലായിട്ട് എടുക്കാം. ഇതിനകത്ത് 2 ഗ്ലാസ്സാണ് കേട്ടോ എന്ന് പറയണേ. 2 ഗ്ലാസ് എടുത്ത് അങ്ങനെ കുറച്ചും കൂടി ഒന്ന് ഇവിടെ വരെ ആക്കാനുണ്ട്. അത് ഇവരുടെ പാല് 8 മിൽക്കാണ്. എല്ലാവരുടെയും പാല് 8 മിൽക്കാണ്. അപ്പം മറ്റേ പശുവിൻ്റെ പാലിൻ്റെ പോലത്തെ ഒരു സ്മെല്ല്, ബാഡ് സ്മെല്ലൊന്നും ഇതിനകത്ത് ഇല്ലാത്തതുള്ളൂ. നല്ല മണമാണ് ഈ പാലിനൊക്കെ. മറ്റേതിന് ഒരു മാംസത്തിൻ്റെ മണമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ വർഷങ്ങളായിട്ട് ആ പശുവിൻ്റെ പാല് ഉപയോഗിക്കാത്തത് കൊണ്ട്. പിന്നെ കസ്റ്റമറും പറയാറുണ്ട് കേട്ടോ, ആ പാലിന് ഭയങ്കര ഒരു മോശം മണമാണ് എന്നൊക്കെ. പക്ഷേ എല്ലാ പശുക്കളുടെയും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, തീറ്റയുടെ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. പക്ഷെ നമ്മുടെ പശുവിൻ്റെ പാലിന് നല്ല മണമാണ്. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി ബോറടിപ്പിക്കാനുള്ള പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. അങ്ങനെ നമ്മൾ പാലൊക്കെ ഇവിടെ ഇപ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ എടുത്ത് കഴിഞ്ഞു. കുഞ്ഞ് വരെയൊക്കെ പോയിട്ട് അവിടെ പാല് ദേശീയത കൊണ്ടുപോയി. അപ്പോൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു. കുഞ്ഞൂര് വരെ പോകട്ടെ. പാല് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്തോളൂ. 8 മിനിറ്റാണ്. ഓക്കേ, കൊണ്ടോട്ടെ. പാലൊക്കെ കൊണ്ടുപോയി. അപ്പം നമ്മുടെ
പശുക്കൾക്കൊക്കെ തീറ്റയൊക്കെ കൊടുത്ത് നമ്മുടെ ബായി പോയിട്ടോ. അവൻ കറവയൊക്കെ കഴിഞ്ഞ് തീറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ അവൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പോയി. ഇനി പശുക്കളെ നമ്മൾ ഫ്രണ്ടിലോട്ടൊക്കെ കെട്ടി ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യും. അപ്പോൾ പശുക്കളെ നിൽക്കണ കാണിച്ചു തരാം. നമ്മുടെ ഭദ്രമ്മ നോക്കുകയാണ് ഞാൻ വന്നപ്പോൾ ഇനി എന്താ ഇട്ട് കൊടുക്കാൻ പോണേ എന്നൊക്കെ നോക്കണമാണ്. അവളുടെ തീറ്റയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പാത്രത്തിലോട്ടൊക്കെ നോക്കി നിൽക്കുകയാണ്. നന്ദിനി കുട്ടികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ സുഭദ്ര അവിടെ നിൽപ്പുണ്ട്. അവൾ എന്താണ് 2 ദിവസം ചില ദിവസങ്ങളിൽ കുറച്ച് ദിവസം ഇങ്ങനെ കുറച്ചൊക്കെ ബാക്കി വെച്ച് കൊടുക്കും, പിന്നെ കംപ്ലീറ്റ് ചെയ്യും. മനുഷ്യരെ പോലെ തന്നെ ഇടയ്ക്ക് തീറ്റ എടുക്കും, ഇടയ്ക്ക് തീറ്റ കുറയ്ക്കും. അവർക്ക് എന്തെങ്കിലും ഒരു വയറ് സുഖമില്ലാതിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ തീറ്റ എടുക്കാത്തത്. തീറ്റ ഫുള്ളായിട്ട് എടുക്കാതിരിക്കുകയല്ല, കുറച്ച് കഴിച്ചിട്ട് ബാക്കി വെക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ശബ്ദത്തിൽ മയിലവിടെ കരയുന്നുണ്ട് കേട്ടോ. മയിൽ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ പരിസരത്തൊക്കെ. പാല് ഞാനിങ്ങനെ കാച്ചാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തൈരായിട്ട് എടുക്കും. ഇതിൻ്റെ പാട മുകളിലത്തെ ലെയർ ഒക്കെ എടുത്ത് നമ്മൾ വെണ്ണ ഉണ്ടാക്കി നെയ്യ് ഉണ്ടാക്കണത്. അപ്പോൾ അത് കാച്ചാൻ വെച്ചു. അപ്പോൾ സിമ്മിലിട്ടേക്കാണ്. അപ്പോൾ അത്യാവശ്യം ചെറിയ തീയിൽ കിടന്ന് അത് അങ്ങോട്ട് വെന്തോളും പാല്. നമ്മൾ ഭഗവാൻ ഇരിക്കണ നോക്കി നല്ല സുന്ദരക്കുട്ടനായിട്ടിരിക്കണുണ്ടോ. രേശേട്ടൻ പാലൊക്കെ കൊടുത്ത് വന്നു കേട്ടോ. വാറു ഇന്ന് രേശേട്ടനും വാവയും കൂടിയാണ് പാല് കൊടുക്കാനൊക്കെ പോയത്. വാവ പണി തുടങ്ങണില്ലേ? വാവയുടെ പണി എന്തൊക്കെയാ രാവിലെ? ചൂട് നോക്കിയെടുക്കണോ. ഇന്നലെ അടിച്ച് വാരിയിട്ട ചൂല അക്കച്ചിട്ട് അവിടെ കിടപ്പുണ്ട്. രേശേട്ടാ എന്താണ് ക്ഷീണം? ബായിനെ തന്നെ ഏൽപ്പിച്ചാലോ പാല് കൊടുക്കാൻ? അപ്പം അങ്ങനെ രാവിലെ ഈ മുറ്റത്തോട്ട് ഇറങ്ങാൻ നല്ല രസമാണ്. പക്ഷേ ഒരു 10-11 മണി ആയിക്കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. ഭയങ്കര വെയിലും ഭയങ്കര ചൂടുമാണ്. ടൈലൊക്കെ പഴുത്ത് കിടക്കും. അയ്യോ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലെന്തേ? ഊഞ്ഞാലിൻ്റെ അടുത്ത് മുകളിൽ പൊക്കി കയറ്റി വെച്ചേക്കുക. ഈ ഊഞ്ഞാലിലിരിക്കുമ്പോൾ ഒരു രസമുണ്ട്. മാങ്ങയൊക്കെ പഴുത്തോന്നൊക്കെ നോക്കാം. ഓസ് മരിച്ച് മാറ്റിയിട്ട് ഇങ്ങോട്ട് തള്ളണോ? പണിയെടുക്കണോ മര്യാദയ്ക്ക്? ഓ രണ്ടുപേരുടെയും ചൂലാണ് കേട്ടോ. ഒരാൾ എണ്ണയൊക്കെ പറ്റാണ് അവിടെ ഇരുന്ന്. എന്താണ് നമസ്തേ പറഞ്ഞിരിക്കണേ? ഇത് ചൂല് കൊണ്ട് അടിക്കണതാണ് കേട്ടോ. ഇന്നലെ മുതലുള്ള ചൂല് അതാണ്. ഇപ്പം ഇനിയിപ്പോൾ സുഖമാണ്. ചൂല് വാങ്ങിക്കണ്ട. നമ്മുടെ ടൈലിലടിക്കാനായിട്ട് ഇനി ഓലയുടെ തുമ്പ് മതി. അത്ര ലാഭം. എന്നുവെച്ചാൽ വേഗം ചൂല് തേഞ്ഞ് തീർന്നു പോവും. അപ്പം ഇനി ഇതാവുമ്പോൾ ഓലയുടെ തുമ്പാവുമ്പോൾ കുറേശ്ശെ പോയാലും നമുക്ക് സങ്കടമില്ല അല്ലേ വാവേ? ചിലവില്ലാത്ത ഒരു പരിപാടിയാണ്. എന്തായാലും കൊള്ളാം. നമ്മുടെ പൊക്കത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം അല്ലേ വാവേ? എന്തായാലും കൊള്ളാം കേട്ടോ, അടിപൊളി. ഞാൻ ഊഞ്ഞാലിൽ രാവിലെ വന്ന് കിടക്കുകയാണ്. നിങ്ങൾ ഓർക്കും ഒരു പണിയൊന്നും ഇല്ലേന്ന്. പണി അടുക്കളയിൽ കുക്കറിലൊക്കെ ഞാൻ കടലൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെന്ത് വരുമ്പോഴേക്കും പിന്നെ നമ്മൾ പുട്ടിന് തേങ്ങയൊക്കെ ചിരണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പുട്ടിന് നനച്ച് വേഗം ചൂടാം. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിയും. ഒപ്പം തന്നെ അരി അടപ്പത്തൊക്കെ ഇടും. അതിൻ്റെ ഒപ്പം തന്നെ കറിക്കുള്ളതൊക്കെ അരിഞ്ഞ് വയ്ക്കും. അപ്പം അങ്ങനെ നമുക്ക് അടുക്കള പണി ഒരു വലിയ പണിയായിട്ട് തോന്നാറില്ല. പാത്രം കഴുകലാണ് പക്ഷെ നല്ല പണി. പാത്രം പിന്നെ അപ്പം കഴുകിപ്പോയില്ലെങ്കിൽ നല്ല പണി കിട്ടും. മാങ്ങയൊക്കെ ഉണ്ടായി കിടക്കണുണ്ടാവും. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഉമ്മറത്ത് തന്നെ ഒരു മാവ്, പിന്നെ മാങ്ങ വീണത് കഴിക്കൽ. ഇതൊക്കെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. തള്ളുവണ്ടിയല്ല, ശരിക്കും അതെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാമ്പഴം. അപ്പം ഇങ്ങനെ മുറ്റത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ മാവ് വേണമെന്നൊക്കെ എൻ്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. പോടാ. നമുക്ക് പുറത്ത് പോയി അങ്ങനെ കുളി കഴിഞ്ഞ് ഇറങ്ങി ഫാൻ്റെ ചോട്ടിലോട്ട് വരുമ്പോഴേക്കും എന്തൊരു ആശ്വാസം.
എടുക്കുന്ന ഡ്രസ്സിന് വരെ ചൂടാ, അത്രയ്ക്ക് ചൂടാണ്, ഭയങ്കര ചൂട്, രക്ഷയില്ല. അപ്പം എൻ്റെ കുളി കഴിഞ്ഞു. ഇനി കുളിക്കാനുള്ള ടീംസിനെ കാണിച്ചു തരാം. ഒരാള് എപ്പോൾ വീഡിയോ എടുത്താലും ഒരു മതിൽ കെട്ടുന്ന ഒരാളാണ് കൈ കൊണ്ട്. ഈ സുന്ദരനെ ഒന്ന് കാണിച്ചു തരാം. നേരെ നോക്കടാ. ഹലോ ഹലോ സുന്ദരി, സുന്ദര നേരെ നോക്കടാ. നമ്മുടെ മോനെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഏത് ഗോഷ്ടി കാണിക്കാനും ഞാൻ റെഡി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരാൾ കിടപ്പുണ്ട്. ഈ 3 ഐറ്റംസിനെയാണ് ഇനി കുളിപ്പിച്ചെടുക്കാനുള്ളത്. എന്നാ വേഗം ആവട്ടെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ മടലായിട്ട് വരും കുളിപ്പിക്കാനായിട്ട്. ചെറിച്ച് കുളിപ്പിക്കാം. നമ്മുടെ മിടുക്കി കുളിച്ചിരിക്കുകയാണ്. കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി പൂവൊക്കെ മാലയൊക്കെ കെട്ടി ഭഗവാനിട്ട് കുട്ടിയിരിക്കുകയാണ് ഇവിടെ. ഭഗവാന് മാല കെട്ടിയിട്ടാണ് കാണിച്ചു തരാം. കണ്ട, നമുക്ക് തുളസിയും പൂവൊക്കെ ഒന്നും ഇല്ല. ഇപ്പം നല്ല വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് തുളസി ഇലയൊക്കെ ആകെ മോശമായി. കുറച്ച് തുളസിയിലേ ഉള്ളൂ. ആ തുളസിയും കൂടി മാല കെട്ടിയിട്ടേക്കണാണ്. കണ്ണിന് സന്തോഷമായിട്ടിരിക്കുന്നു. ചിരിക്കുന്നുണ്ട്, കണ്ടാ ചിരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട. അങ്ങനെ എൻ്റെ കുളി കഴിഞ്ഞു. ഇനി എൻ്റെ മേക്കപ്പ് കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ് എന്തൊക്കെയാ ചെയ്യണേന്ന് കാണിച്ചു തരാം കേട്ടോ. വാടാ മക്കളെ, വീഡിയോസ് എടുക്കടാ, വീഡിയോ മാന്മാര് വാടാ. എന്തൊരു അപശബ്ദങ്ങള്. പോണില്ലേ പെറ്റാണ്, ഭയങ്കര ചൂടാണല്ലോ. എടാ കാക്ക കുളിച്ചാൽ കാക്ക കുളിക്കണ്ടേ? പക്ഷേ കാക്ക കുളിച്ച് സുന്ദരിയാണെന്ന് കാണിക്കാറുണ്ട്. നമ്മൾ സ്ഥലത്ത് കുറച്ചാൽ ടൈം പറ്റാറ്, ഒരുപാട് പറ്റില്ല. ഇവിടെ ഹിമാലയടാ ബീബി പൗഡർ ഞങ്ങൾ പിടിക്കണല്ലേ. സുന്ദരിയായ ഞാൻ ചുന്തിരി പെണ്ണല്ലേ? കണ്ണുമണി ഞാൻ ചുന്തിരി പെണ്ണാണോ? ചുന്തിരി പെണ്ണാണോ? ഇനി ചുന്തിരി ആവാട്ടാ. എവിടെ എന്റെ പൊട്ടൊക്കെ വാങ്ങിയ പൊട്ട എവിടെ? പൊട്ട് ഇവിടെ ഇവിടെ വെക്കുന്ന സ്റ്റിക്കർ പൊട്ട് ആരും എടുക്കുന്നു പോണേ. വെക്കണം. ഇവിടെ കുറെ പൊട്ടുകളികളുണ്ട്. പൊട്ട് കൊണ്ടുവന്ന് എടുത്തു കഴിഞ്ഞാൽ എല്ലാ സാധനവും പൊട്ട് തൊട്ടു സിന്ദൂരിതാണ്. സിന്ദൂരിട്ടു. ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഐടെക്സിന്റെ കൺമഷിയാണ്. ഇതിന് ഒടിഞ്ഞു പോകാനാണ് വിഷയം. പക്ഷെ ഒടിയണെങ്കിൽ നല്ല സൂപ്പർ ഉപയോഗിക്കും. പക്ഷെ കുറച്ചാണ് ഉപയോഗിച്ചത് കുടിക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കണ്ണിന് പിരിവൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലാക്ക് കൊടുക്കാം. അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കുറച്ച് ഭംഗിയായിക്കോട്ടെ വിചാരിച്ചത്. നമ്മുടെ ബേബി ലിപ്സ് ഉണ്ട്. ഇതിൻ്റെ ബേബി ലിപ്സ് ഉണ്ട്. വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ വാസ്ലിന് പോലെ ഉപയോഗിക്കുന്നതാണ് ബേബി ലിപ്സ്. എനിക്കൊരു കളർ കിട്ടും. ചുണ്ടിൽ നല്ലതാണ്. ഇതിൻ്റെ റേറ്റ് 175 അങ്ങനെയെന്ന് തോന്നുന്നു അല്ലേ? 200 ആ റേറ്റിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറുതായിട്ടൊക്കെ കുറച്ച് കൊടുക്കും. അങ്ങനെ അത്ര ഗ്ലോ വേണ്ട നമുക്ക്. നമ്മുടെ ഹെയറാണ്. പിന്നെ കാര്യമായിട്ട് ഹെയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എളുപ്പമായിട്ടുള്ള പണിയാണ്. ക്രാബിൻ്റെ ക്രാബ് എടുത്തിട്ടോ. പിന്നെ ക്രാബിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ക്രാബിന് ഇവിടെ കടന്നുണ്ട്. നമ്മുടെ മാവയുടെ തന്നെ ക്രാബ് എടുത്ത് മുടിയൊക്കെ കണ്ടേ. മുടിയും കിട്ടും. ഇനി അവസാനത്തെ ഒരു പണിയാണ്. നമുക്ക് ചന്ദനം തുടങ്ങും. എങ്ങനെയുണ്ട്? സുന്ദരി പെണ്ണായില്ലേ? കണ്ണമ്മോനെ സുന്ദരിയല്ലേ? സുന്ദരിയാണോ? അതെ. അങ്ങനെ എന്താ ഭാവിയത് എടുത്ത് മാറ്റിയത്? അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകുതി ഭാഗം കഴിഞ്ഞു. കുളി കഴിഞ്ഞ് നമ്മുടെ രാവിലത്തെ പണി കഴിഞ്ഞ് അടുക്കളയൊക്കെ അത്യാവശ്യം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി അത്യാവശ്യം കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് നമ്മുടെ മക്കളെ കുളിപ്പിക്കുക. അവരെ നിർബന്ധമായിട്ട് കുളിപ്പിക്കാൻ ചിലപ്പോൾ കേട്ടിട്ട് വരും. എവിടെയെങ്കിലും പോകണമെന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും കുളിച്ച് റെഡി ആയിരിക്കും. അല്ലെങ്കിൽ ആ മൂലയ്ക്ക് ഈ മൂലയ്ക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ മൊബൈൽ നോക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കളിക്കും, TV കാണും. അപ്പോൾ ഇവരെ 3 പേരെയും പൊക്കി നമുക്ക് കുളിപ്പിക്കാൻ കയറ്റാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോസായിട്ട് വരാം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.